ഹായ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്ത് തൊഴിലാളികളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊന്നാണ് ഫാക്ടറീസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്ത്യൻ ഫാക്ടറീസ് ആക്ട്. ഇത് വെറുതെ ഒരു പുസ്തകത്തിലെ നിയമം മാത്രമല്ല, നമ്മുടെ തൊഴിൽ സഹോദരന്മാരുടെ ജീവനും ജീവിതത്തിനും സംരക്ഷണം നൽകുന്ന ഒരു ശക്തിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ ഈ 1948 വന്നിട്ടുള്ള ഈ ഒരു നിയമം ഫാക്ടറികളിലെ തൊഴിൽ സാഹചര്യങ്ങൾ, തൊഴിലാളികളുടെ ആരോഗ്യം, സുരക്ഷ, ക്ഷേമം എന്നിവയെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇതിൽ നൽകുന്നുണ്ട്. അതുപോലെ ഇതിലൂടെ അപകടരഹിതവും ആരോഗ്യകരമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം. അതായത് ഈ ഫാക്ടറി റൂൾസ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയാറുള്ളതുപോലെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടണോടെ മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോഴെന്തായാലും നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം. അതായത് ഈ ഇന്ത്യൻ ഫാക്ടറീസ് ആക്ട് കമ്പനികൾ കറക്റ്റായിട്ട് പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചിലർ വിചാരിക്കും, ഇതൊക്കെ ആര് കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആരറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ ചുമ്മാ ഇരിക്കുമൊന്നുമല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവർക്ക് കണ്ണുകളുണ്ട്, ചിലപ്പോൾ ഒരു 5 ഇന്ദ്രിയം ഉണ്ടെന്ന് വരെ നമുക്ക് വേണമെങ്കിൽ പറയാം. മനസ്സിലായില്ലേ? ഓക്കെ, ആദ്യം നമുക്ക് പെനാൽറ്റിയെ കുറിച്ചിട്ട് പറയാം. അതായത് ഫാക്ടറീസ് ആക്ട് നമ്മൾ ലംഘിച്ചു കഴിഞ്ഞാൽ ചെറിയ പിഴയൊന്നുമല്ല നമുക്ക് കിട്ടാൻ പോകുന്നത്. ലക്ഷങ്ങൾ വരെ പിഴ ചുമത്താൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു കമ്പനിയുടെ ഒരു മാസത്തെ ലാഭം മുഴുവൻ പിഴയായിട്ട് കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കും, ഇതെൻ്റെ കഷ്ടകാലം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ, ഈ പണമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്കൊരു പുതിയ മെഷീൻ മേടിക്കാമായിരുന്നു. ഇതാണ് സത്യത്തിലെ അവസ്ഥ. മനസ്സിലായില്ലേ? ഇത് വെറൊരു സാമ്പത്തിക നഷ്ടം മാത്രമല്ല, കമ്പനിയുടെ വാർഷിക ബജറ്റിനെയും നിക്ഷേപങ്ങളെയും ഇത് പ്രതികൂലമായിട്ട് ബാധിക്കും. പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങുന്നതിനും നിലവിലുള്ളവ വികസിപ്പിച്ചെടുക്കുന്നതിനും ഇത് തടസ്സമുണ്ടാക്കും. അതുപോലെ തന്നെ സാമ്പത്തിക ഭാരം കൂടാതെ ഇത് കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചിട്ട് നിക്ഷേപകരിലൊക്കെ പല രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇനി ഇതിലും വലിയ രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ചിലപ്പോൾ ഈ പിഴയൊന്നും കൂടാതെ കമ്പനിയുടെ ഓണർക്കും മാനേജർക്കും തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? സംഭവം ശരിയാന്നേ, ജയിൽ ജീവിതം. നമ്മൾ ഈ ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പുതിയ ബിസിനസ് ഐഡിയാസ് ആശയങ്ങളൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ അതൊരു നല്ല വഴിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തരം കേസുകളൊക്കെ കമ്പനിയുടെ തലപ്പത്തുള്ളവരുടെ വ്യക്തിപരമായിട്ടുള്ള സൽപ്പേരിനെ പോലും ചിലപ്പോൾ ഇത് ബാധിച്ചേക്കാം. ഭാവിയിൽ മറ്റ് സംരംഭങ്ങളിൽ പങ്കുചേരുന്നതിന് ഇത് തടസ്സമായേക്കാം. ഒരു ക്രിമിനൽ റെക്കോർഡ് എന്നത് വ്യക്തിഗത ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് തമാശയായിട്ടൊക്കെ തോന്നാമെങ്കിലും ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് സത്യങ്ങളുണ്ടെന്നേ. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഫാക്ടറി റൂൾസൊക്കെ തൊഴിലാളികളുടെ ആരോഗ്യത്തിനും സുരക്ഷയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ്. അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ഫാക്ടറിയിൽ ആവശ്യത്തിനധികം ലൈറ്റ് ഫെസിലിറ്റീസ് ഇല്ല, വെന്റിലേഷൻസ് ഇല്ല, പിന്നെ ഹസാഡസ് ആയിട്ടുള്ള മെഷീനറീസ്, ആ മെഷീനറീസിനൊന്നും ഫെൻസിങ്ങുകളില്ല, പിന്നെ തൊഴിലാളികൾക്ക് കറക്റ്റായിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് ഇല്ല, ബാത്റൂം ഫെസിലിറ്റീസ് ഇല്ല. ഇതൊക്കെ ഒരു ഫാക്ടറി ആവുന്നു. സത്യത്തിൽ ഇതൊക്കെ ഒരു നരകമായിട്ടല്ലേ നമുക്ക് സങ്കല്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ അതുപോലെ തന്നെ ഇത്തരം സാഹചര്യങ്ങൾ തൊഴിലാളികൾ മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഉൽപ്പാദനക്ഷമത കുറയ്ക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഒരു ജീവനക്കാരന് സുരക്ഷിതത്വം ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും 100% ആത്മാർത്ഥതയോടെ ജോലി ചെയ്യാൻ പറ്റുമോ? എൻ്റെ അറിവിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം, അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കമ്പനിക്കെതിരെ വലിയ കേസുകൾ വരും. ചിലപ്പോൾ തൊഴിലാളികൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പറ്റും. ചിലപ്പം അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ ജീവൻ പോലും ചിലപ്പോൾ നഷ്ടപ്പെടാം. അപ്പോൾ പിന്നെ പിഴയും ജയിൽവാസവും മാത്രമൊന്നുമല്ല, കമ്പനിയുടെ പേരും പെരുമയും ഒക്കെ ഇല്ലാതായി പോകും. മാർക്കറ്റിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആരും വില കൽപ്പിക്കത്തില്ല. ആളുകൾ പറയും, ആ കമ്പനിയല്ലേ, തൊഴിലാളികളോട്ട് ശ്രദ്ധിക്കാത്തവരല്ലേ. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ലോകത്ത് പണത്തെക്കാളൊക്കെ വലുതാണ് ഒരു നല്ല പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? പിന്നെ അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ വരുന്ന പ്രതികൂല വാർത്തകൾ കമ്പനിയുടെ ബ്രാൻഡ് ഇമേജിനെ തകർക്കുകയും ഉപയോക്താക്കളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ കച്ചവടത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും, ഇല്ലേ? പിന്നെ പുതിയ
നല്ല നല്ല ആളുകളെ കമ്പനികളിലേക്ക് കൊണ്ടുവരുന്നതിനും നിലവിലുള്ളവരെ നിലനിർത്താനും വരെ ബുദ്ധിമുട്ടുണ്ടാകും. സത്യമല്ലേ ഞാൻ പറഞ്ഞു? അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ നിങ്ങളടുത്ത് പറയാനുള്ളത്, ദയവായിട്ട് ഈ നിയമങ്ങളൊക്കെ പാലിച്ച് മുമ്പോട്ട് പോവുക. പിന്നെ ഇത് നിങ്ങൾക്കൊരു ഭാരമായിട്ട് ഒരിക്കലും കാണരുത്. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ഭാവിയിലേക്കുള്ളൊരു നിക്ഷേപമായിട്ട് മാത്രം കണ്ടാൽ മതി. നിങ്ങളുടെ തൊഴിലാളികൾ സന്തോഷത്തോടെയും സുരക്ഷിതമായും ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പനി തഴച്ചു വളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. അതുപോലെ തന്നെ അവർക്ക് മികച്ച സൗകര്യങ്ങൾ നൽകുമ്പോൾ അവർ കൂടുതൽ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ഉൽപ്പാദനം കൂടും, ലാഭം കൂടും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ആഹാ, ഫാക്ടറി റൂൾസ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര മനോഹരമായിട്ടുള്ള നിയമമല്ലേ, പേടിക്കേണ്ട, അങ്ങനെ തന്നെ വരുമെന്നേ. പിന്നെ എപ്പോഴും ഓർക്കുക, തൊഴിലാളികൾ ഒരു കമ്പനിയുടെ യന്ത്രങ്ങളല്ല, ജീവനുള്ള മനുഷ്യരാണ്. അവരുടെ ക്ഷേമം ഉറപ്പാക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും കടമയാണ്. നിയമങ്ങൾ പാലിക്കുക, നല്ല ബിസിനസ് കെട്ടിപ്പടുക്കുക, ഒപ്പം ഒരു ചിരിയും മനസ്സിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.